ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ആദ്യമേ ഡിസ്ക്ലോസർ പറയാം. ഇത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഈ സ്റ്റോക്ക് ഭാവിയിൽ നന്നാവാം, ഫണ്ടമെന്റ്സ് ഉണ്ട്, നിങ്ങൾ റിട്ടേൺ തന്നേക്കാന്നുള്ളത്. സോ ഇത് പറയാൻ കാരണം ബിയർ മാർക്കറ്റ് ആയപ്പോഴേക്ക് തന്നെ ആൾക്കാർ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. ഷെയർ 10% താഴുമ്പോഴേക്ക് ടെൻഷനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓപ്പറേറ്റേഴ്സും ഈ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു സ്റ്റോക്ക് ₹500 അതിന് ഭാവിയിലേക്ക് വളരാൻ സാധ്യതയുണ്ട്. നല്ല സെക്ടറിലാണ്, നല്ല റിസൾട്ടാണ്, പ്രൊമോട്ടേഴ്സ് നല്ലതാണ്, അങ്ങനെ ഒരുപാട് ഫേവറബിൾ ആയിട്ട് കണ്ടീഷൻസ് ഉണ്ട്. ₹500 സ്റ്റോക്ക് ഒരു 750 അല്ലെ ₹800 പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കൂട്ടാം. ഇത് ചില സമയത്ത് റീറ്റെയിലേഴ്സ് ഒക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. FISനോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് എൻ്റർ ചെയ്യാൻ പറ്റാത്ത ചില കമ്പനീസ് ആയിരിക്കാം. ഇതിനെ ഓപ്പറേറ്റേഴ്സിനെ കൊണ്ട് അടിച്ച് താത്തിക്കൊണ്ടിരുന്നു. ഇതിൽ ഒന്നും ചെയ്യാനില്ല. നമ്മൾ പഠിച്ചു പറയുന്ന ആർക്കും ഇതിലൊന്നും ചെയ്യാനില്ല. ഫണ്ടമെന്റൽസ് നോക്കുക, മനസ്സിലാക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. നമുക്ക് ആർക്കും ഈ ഓപ്പറേറ്റേഴ്സിന് പിന്നാലെ പാഞ്ഞു പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇൻട്രാഡേയും സ്വിങ്ങും ഒക്കെ എന്ത് സംഭവിക്കുന്നത്, റീറ്റെയിലേഴ്സിന് ലോസ് വരുന്നത്. സ്വിങ് ആണെങ്കിൽ പക്ഷെ പൈസ ഇല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ലോസ് വരുന്നത്, പ്രത്യേകിച്ചും ഫ്യൂച്ചർ ഓപ്ഷൻസിലൊക്കെ ലോസ് വരുന്നത് കാരണം ഇതാണ്. അവിടേക്ക് ഇപ്പം കയറും സ്റ്റോക്ക്, അവിടെ ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഉണ്ടാവും. ഈ സ്റ്റോക്കിനെ ഇവർ വളരെ നൈസായിട്ട് അടിച്ച് താത്തിക്കൊണ്ടിരും. സോ ഓട്ടോമാറ്റിക്കലി ₹500 പൊസിഷൻ എടുത്ത റീറ്റെയിലേഴ്സ് എന്ത് സംഭവിക്കും? ഇതിനെന്തോ സംഭവിച്ചിട്ടുണ്ട് വിചാരിച്ച് പാനിക്കായിട്ട് സെല് ചെയ്യും. സോ ചീപ്പ് റേറ്റിന് ഇവർക്ക് ഇത് സാധനം കിട്ടും. ഇത് മാർക്കറ്റിലുള്ളതാണ്. പ്രത്യേകിച്ചും ഇക്വിറ്റി കുറഞ്ഞ കമ്പനീസ് ആണെങ്കിൽ എളുപ്പത്തിൽ ഓപ്പറേറ്റേഴ്സിന് കളിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ സ്റ്റോക്കിൽ ഫണ്ടമെന്റ്സ് ഉണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആ വിശ്വാസത്തിൽ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് വേറെ എവിടെയും കിട്ടില്ല. ഇൻട്രാഡേയിലും കിട്ടില്ല, സ്വിങ്ങിലും കിട്ടില്ല, ഒന്നിനും കിട്ടില്ല. ഇതാണ് അതിൻ്റെ ഫാക്ട്. അപ്പം നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, 1 lakh ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ₹500 സ്റ്റോക്ക് നമ്മൾ കണ്ടു, മനസ്സിലാക്കി, 800 പോകും, 1000 പോകും. 25% ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യം 25,000 ഇൻവെസ്റ്റ് ചെയ്യാം. താഴാൽ 25,000 വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെന്താണ്, പിന്നെ 20% ഇൻവെസ്റ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ആവറേജ് റേറ്റ് ഒരു 400 ബിലോ ആയി മാറും. സോ അത്ര ലോസ് ഉണ്ടാവില്ല, പാനിക് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഫണ്ടമെന്റ്സ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് മെയിനായി ചെയ്യുന്ന കാര്യം. രണ്ടാമത് എടുക്കുന്ന സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ, ഡൈവേഴ്സിഫൈ ചെയ്യാം. 10 സ്റ്റോക്ക് ആര് വാങ്ങിയാലും അതിലും മാക്സിമം 7 സ്റ്റോക്കോ 6 സ്റ്റോക്കേ കയറുള്ളൂ. ചില 3 സ്റ്റോക്കോ 4 സ്റ്റോക്കോ ഫെയിലർ ആയിരിക്കും, നമ്മുടെ പൈസ പോകും. അങ്ങനെ ആർക്കും പെർഫെക്റ്റായി പറയാൻ പറ്റിയ ഫീൽഡ് അല്ല സ്റ്റോക്ക് മാർക്കറ്റുള്ളത്. ചില സമയത്ത് നല്ല ഫണ്ടമെന്റ്സ് സ്റ്റോക്ക് ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ടേൺ ആവും, കംപ്ലീറ്റ് ഇങ്ങോട്ട് മാറി പറയും. ഇപ്പം ചില സമയത്ത് ഡെപ്റ്റ് സ്റ്റേ കൂടിയതായിരിക്കാം, അല്ലെങ്കിൽ കടം തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടായിരിക്കാം, പെട്ടെന്ന് വന്ന് ബിസിനസ്സിൽ വന്ന മാറ്റങ്ങളായിരിക്കാം, പല പല പ്രശ്നങ്ങളും വരും. നല്ല കമ്പനി ആയിരിക്കാം, പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്ന ചില നെഗറ്റീവ്സ് കൊണ്ടാൽ ഷെയർ മോശമായി പോകും. അങ്ങനെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനീസാണ് IVR ഇൻഫ്രാസ്ട്രക്ചർ, പൂഞ്ചിലോയിഡുമായുള്ള കമ്പനീസൊക്കെ. അതൊന്നും ഇപ്പം ഇല്ല സ്റ്റോക്കിൽ. അതൊന്നും ഇല്ല പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. അത്രയും വലിയ സംഭവമായിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ആയിരുന്നു. സോ അതും മാർക്കറ്റിൽ ഉണ്ട്. സോ റിസ്ക്കും ഉണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ പഠിക്കുക, ആ കമ്പനീനെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെ നിന്നാൽ മാത്രമേ ഉള്ളൂ ഒരു കമ്പനിയിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുള്ളൂ. സോ 3-ൽ 7 എന്ന് പറയുകയാണെങ്കിൽ 70% സക്സസ്ഫുൾ എന്ന് പറയുകയാണെങ്കിൽ അത് സൂപ്പറാണ്. ഇതിപ്പം ലാസ്റ്റ് മാസം തന്നെ ഒരു സ്റ്റോക്കും കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞ ലാസ്റ്റത്തെ 5 സ്റ്റോക്ക് എടുത്താൽ തന്നെ അതിൽ ഹിന്ദുസ്ഥാൻ കോപ്പറും ഹിന്ദുസ്ഥാൻ സിങ്കും ഒക്കെ ഒരുപാട് റിട്ടേൺ റീസെന്റ് കൊടുത്തു കഴിഞ്ഞ സ്റ്റോക്സ് ആണ്. സോ ഒരു സ്റ്റോക്ക് താണും ചെയ്താൽ സ്റ്റോക്ക് മോശമായിക്കൊള്ളണമെന്നില്ല. അതേപോലെ ഒന്നും കൊള്ളാതെ സ്റ്റോക്സിനെ ഈ ഓപ്പറേറ്റേഴ്സ് കയറ്റിയും കൊണ്ടുപോകും. ഇതിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റിയ സംഭവം, കമ്പനീനെ പറ്റി പഠിക്കുക, അവരുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് പഠിക്കുക. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് പറയാൻ സിൽവറിന് പ്രൈസ് കൂടുമ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ് സിൽവർ പ്രൊഡ്യൂസർ ഇന്ത്യ, അപ്പോൾ അതിന് സാധ്യതയുണ്ട്. അങ്ങനെ മനസ്സിലാക്കി അത് തെറ്റിക്കൊള്ളാമെന്നൊന്നുമില്ല.
ചിലപ്പോൾ ഉണ്ടാവും സിൽവറിൻ്റെ പ്രൈസ് അടിച്ച് താത്തി പോകും, എന്ത് ചെയ്യാൻ പറ്റും. പിന്നീട് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഞാൻ പറഞ്ഞ സ്റ്റോക്ക്, അതിൽ എന്ത് സംഭവിച്ചു, 560 കോടിൻ്റെ GST തട്ടിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. കമ്പനി അതിന് എഗെയിൻസ്റ്റ് പോയിട്ടുണ്ട്. പറഞ്ഞ കാര്യമില്ല, 566 എന്ന് പറയുമ്പോൾ ഒരു ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ് ആണ്. സോ അതൊന്നും ഈ പറയുന്ന ആൾക്കാരെ കൺട്രോളുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ ഒരാൾ വീഡിയോ ഇടുമ്പം ഞാനോ ആരായിക്കോട്ടെ, ഈ കേൾക്കുന്ന കാണുന്ന ആൾക്കാർക്ക് പൈസ ലോസ് ആവണം വിചാരിച്ചിട്ട് ആരും വീഡിയോ ഇടില്ല. എല്ലാവർക്കും ഞാൻ പറഞ്ഞ സ്റ്റോക്ക് കയറണമെന്നും തന്നെ വിചാരിക്കുള്ളൂ. അങ്ങനെ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടി ഇടുന്നത് സാധാരണ യൂട്യൂബ് വീഡിയോസ് ഒന്നുമല്ല, പഠിച്ചിരുന്ന ആൾക്കാരൊന്നുമല്ല, വലിയ കൊമ്പന്മാരാണ്. ബൈ ചെയ്യാൻ പറഞ്ഞാൽ വിൽക്കും, വിൽക്കാൻ പറഞ്ഞ ഒരു ബൈ ചെയ്യും, ഇതൊക്കെ ചെയ്യും. സോ ഒരു പഠിച്ച് പറഞ്ഞ മാത്രമേ, അപ്പം നിങ്ങളും കൂടെ സ്വന്തം മനസ്സിലാക്കി ചെയ്യുക. പിന്നീട് പെയ്ഡ് ഇത് പറഞ്ഞ ആൾക്കാരുണ്ട്, അഡ്വൈസിന് 10,000 റുപ്യ 20,000 റുപ്യ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിൽ മനസ്സിലാക്കിയിട്ട് ഈ സ്റ്റോക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ അഡ്വൈസേഴ്സിന് 10 or 20 കൊടുത്തിട്ട് ചോദിക്കുക, ഈ സ്റ്റോക്ക് വാങ്ങട്ടെ ചോദിക്കുക. അങ്ങനെയാണ് നാളെ അവരുടെ അടുത്ത് ഇങ്ങ് പോവുക, ഇത് പറയാം, അങ്ങനെ 20,000 റുപ്യ വാങ്ങിയിട്ട് ഇത് വാങ്ങിക്കണം പറഞ്ഞതല്ലേ, ഇതാണല്ലോ ചോദിക്കാം. അതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ആരും ഇത് നിൽക്കുന്നില്ല, ആർക്കും 100% പറയാൻ പറ്റില്ല സ്റ്റോക്ക് എങ്ങോട്ട് പോകുന്നുള്ള കാര്യം. മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാം. 10 എണ്ണത്തിൽ 3 എണ്ണം പോയിക്കോട്ടെ, 7 എണ്ണം കയറി കഴിഞ്ഞാൽ ആ 7 എണ്ണത്തിൽ കിട്ടുന്ന ബെനിഫിറ്റാണ് ചിലപ്പം സൂപ്പർ റിട്ടേൺ കിട്ടും. അപ്പം പറഞ്ഞു വന്നതാണ്, സ്വന്തം പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഇന്ന് ഞാൻ പറയുന്ന സ്റ്റോക്ക് പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് തന്നെയാണ്. ഞാൻ വളരെ ബുള്ളിഷാണ് ആ സ്റ്റോക്കിൻ്റെ മേലെ. ഇപ്പം റീസെൻ്റ് റിന്യൂവബിൾ സെക്ടറിൽ ഫോക്കസ് അല്ല, റിന്യൂവബിൾസ് എങ്ങനെയോ എന്നൊക്കെ പറയുന്നുണ്ട്. ഭാവിയിൽ വളരെ അധികം വളർച്ച സാധ്യതയുള്ള സെക്ടറാണ് റിന്യൂവബിൾ എനർജി സെക്ടർ. ഇതിൽ ആസ് എ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നിനക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ സിമ്പിളാണ്, ഈ ഒരു സെക്ടറിലെ ലീഡേഴ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇനിയിപ്പം IPOയുടെ കളികളായിരിക്കും റിന്യൂവബിൾ എനർജി സെക്ടറിലെ, സോളാർ സെക്ടറിലെ ഒരുപാട് കമ്പനീസ്, ചെറിയ ചെറിയ കമ്പനീസ് ഒക്കെ വരും. ഇതൊന്നും ഭാവിയിൽ ചിലപ്പോൾ നിന്നുകൊള്ളണമെന്നില്ല. ഈ സെക്ടർ ബൂം വരുമ്പോൾ ഓരോ IPOs വരും, IPO ഒക്കെ അടിച്ചു വരും, എല്ലാ സ്റ്റോക്കും കയറും. പിന്നെ അടി വരുമ്പോൾ ലീഡേഴ്സൊക്കെ നിലനിൽക്കാം. സോ വാരി എനർജി, പ്രീമിയർ എനർജീസ്, ടാറ്റ പവർ, അദാനി പവർ, ഇതൊക്കെയാണ് ലീഡേഴ്സ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സെക്ടറിൽ ഞാൻ വളരെ ബുള്ളിഷാണ്. ഞാൻ നെക്സ്റ്റ് ഇയറിലൊക്കെ അടിച്ച് കയറാൻ സാധ്യതയുള്ള സെക്ടറായിട്ടാണ് എനർജി സെക്ടറിനെ കണക്കാക്കുന്നത്, പവർ ആൻഡ് എനർജി സെക്ടർ കണക്കാക്കുന്നത്. സോ ഇൻറ്റിഗ്രേറ്റഡ് സോളാർ സെൽസ്, സോളാർ മൊഡ്യൂൾസ്, മോണോഫേഷ്യൽസ് ആൻഡ് ബയോഫേഷ്യൽ മൊഡ്യൂൾസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ വലിയ കമ്പനിയാണ് പ്രീമിയർ എനർജീസ് ലിമിറ്റഡ്. നമ്പർ 1 വാരി എനർജീസ് ലിമിറ്റഡ് ആണ്. അതൊക്കെ എൻ്റെ കാഴ്ചപ്പാട് 10,000 റുപ്പീസ് പോകേണ്ട സ്റ്റോക്കാണ്. വാരി എനർജീസിൽ US കൂടുതൽ എക്സ്പോസർ കൂടുതൽ, അവർക്ക് അവിടെ പ്ലാന്റും ഉണ്ട്. പ്രീമിയർ എനർജീസിൽ കൂടുതൽ എക്സ്പോസർ US ഇല്ല, വളരെ കുറച്ച് പെർസെൻറ്റേജ് എക്സ്പോസറേ ഉള്ളൂ പ്രീമിയർ എനർജീസിന്. നമ്പർ 1 കമ്പനി വാരി എനർജീസ് തന്നെയാണ്. സോളാർ സെൽ എക്സ്പോർട്ടിൽ 100% ഷെയറുള്ള കമ്പനിയാണ് പ്രീമിയർ എനർജീസ്. ടോപ്കോൺ സെൽസ് മാനുഫാക്ചർ ചെയ്ത ആദ്യത്തെ കമ്പനിയാണ് പ്രീമിയർ എനർജീസ് ലിമിറ്റഡ്. അവർ മെയിൻ പ്രൊഡക്ട്സ് അലൂമിനിയം ഫ്രെയിംസ് ഉണ്ടാക്കുന്നുണ്ട്, സോളാർ ഇൻവേർട്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, ബെസ്റ്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, സെൽ പാക്ക്, കണ്ടെയ്നർ സൊല്യൂഷൻസ്, ഇന്നത് എല്ലാം ഇതിൻ്റെ കൂടെ സോളാർ പാനലിൻ്റെ കൂടെ പ്രീമിയർ എനർജീസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു റീസെൻ്റ്ലി ഒരു തൈവാൻ കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചറിൽ അവർ ഇൻകോട്ട് ആൻഡ് വേഫേഴ്സ് മാനുഫാക്ചറിങ്ങും തുടങ്ങിയിട്ടുണ്ട്. 5 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട്. 30-ൽ മേൽ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് പ്രീമിയർ എനർജീസ് ലിമിറ്റഡ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഹോങ്കോങ്, സൗത്ത് ആഫ്രിക്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, ഫ്രാൻസ്, മലേഷ്യ, കാനഡ, ശ്രീലങ്ക, ജർമ്മനി, UAE, സൗത്ത് കൊറിയ, ചൈന, ഇതെല്ലാ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് പ്രീമിയർ എനർജീസ് ലിമിറ്റഡ്. ആസ് ഓഫ് നൗ 8,602 കോടിൻ്റെ ഓർഡർ ബുക്ക് ഉണ്ട്, 5,545 മെഗാവാട്ടിൻ്റെ ഓർഡർ ബുക്ക് ഉണ്ട്. ഭാവിയിലുള്ള എക്സ്പാൻഷൻ പ്ലാൻസ് നോക്കുകയാണെങ്കിൽ സെൽസ് ആൻഡ് ഇൻഗോട്ട്സ് ആൻഡ് വേഫേഴ്സിന് 10 GW 2027-28 ആകുമ്പോഴേക്ക് കൂട്ടാൻ സാധ്യതയുണ്ട്. മൊഡ്യൂൾസിൻ്റെ 11 GW, ഇൻവേർട്ടറിന് 3 GW, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലെ 12 GW, അലൂമിനിയം ഫ്രെയിംസിന് 3,600 മെട്രിക് ടൺസ്. ഇതാണ് കമ്പനീൻ്റെ ഭാവി പ്ലാൻ. റീസെൻ്റ്ലി CAR റേറ്റിംഗ്സ് പ്രീമിയർ എനർജി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് A+ ആക്കിയിട്ട്.
പിന്നീട് ഗവൺമെൻറ് പോളിസീസും ഈ ഒരു സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോളിസീസാണ് PM സൂര്യാഗർ മുക്തി ബിജ്ലി, PM കുസും സ്കീം, CPSU സ്കീം, ഫേസ് 2 ഇതൊക്കെ. പിന്നീട് എനിക്ക് അട്രാക്റ്റീവായി തോന്നിയ ഒരു സംഭവമാണ്, 2 എക്വിസിഷൻ നടത്തിയിട്ടുണ്ട് ഇവർ. ഈ ബെയർ മാർക്കറ്റിൽ എക്വിസിഷൻ നടത്തുമ്പോൾ അതിനെ നെഗറ്റീവായിട്ടാണ് കാണാം. എക്വിസിഷൻ നടത്തി കഴിഞ്ഞാൽ എക്വിസിഷനിൽ വരുന്ന ഫണ്ട് വേണ്ടി വരും, ഇപ്പോൾ ഡെപ്റ്റ് കടം കൂടും, ഭാവിയിൽ കമ്പനീനെ ഇത് എഫക്റ്റ് ചെയ്യുമോ, ഈ എക്വിസിഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു ബിസിനസ് ഫ്ലറിഷ് ആവോ ഇല്ല പൊട്ടിപ്പോകും, പലതും ഉണ്ടായിട്ടുണ്ട്. ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പല ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യും, ഇവർ ഡൈവേർട്ട് ചെയ്യും, എന്നിട്ട് ഇത് കടം വാങ്ങിയിട്ട് ചെയ്യും. ആ ബിസിനസ് ഡൈവേഴ്സിഫൈ ബിസിനസ് പൊട്ടിപ്പോകും. സോ ഇങ്ങനെ ഒരു എക്വിസിഷൻ നടത്തുമ്പം ഇപ്പം മാർക്കറ്റ് കോഷ്യസോട് കൂടി നോക്കുന്നത്. പണ്ടൊക്കെ മാർക്കറ്റ് എക്വിസിഷൻ നടത്തുമ്പോൾ ചാടിക്കയറി ആ സ്റ്റോക്ക് അടിച്ച് കയറാ ചെയ്യും. ഇപ്പം നേരെ ഓപ്പോസിറ്റ് വ്യൂ ഉള്ളത്. പക്ഷെ അതേസമയം ഈ എക്വിസിഷനിൽ കമ്പനി സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇത് അടിച്ച് കയറി ചെയ്യും. സോ എക്വിസിഷൻ റിസൾട്ട് ന്യൂസ് വന്നപ്പോൾ ഒരു കാരണം താഴോട്ട് വന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ വന്ന അടി, പിന്നെ USA ഉള്ള ചെറിയൊരു പ്രശ്നങ്ങൾ, അവരെ ട്രേഡിനിൽ റെഡി ആവാത്ത പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ റീസെൻ്റ് തന്നെ 960 രൂപീസ് ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ് പ്രീമിയം. അതിനുശേഷം 1050 പോയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വന്ന് 840 ലെവൽ വന്നിട്ട് 2 ദിവസം തിരിച്ച് കയറി 920 രൂപയിൽ നിൽക്കുന്നുണ്ട് സ്റ്റോക്ക്. നിങ്ങൾക്ക് കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, താഴ്ന്ന വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. 800 നല്ലൊരു സപ്പോർട്ടും ഉണ്ട് ടെക്നിക്കലി. സോ ഇവർ റീസിൽ 2 എക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. 51% സ്റ്റേക്ക് ട്രാൻസ്കോം ഇന്ത്യയിൽ വാങ്ങിയിട്ടുണ്ട്. ട്രാൻസ്ഫോമർ മാനുഫാക്ചറിങ് കമ്പനിയാണ്, 500 കോടി റുപ്യക്ക്. അങ്ങനെ ഇവർ ഡയറക്റ്റ്ലി പവർ ട്രാൻസ്ഫോമർ മാനുഫാക്ചറിങ് ബിസിനസ്സിലേക്ക് കടന്നിട്ടുണ്ട്. ഇത് ഒരു വേറൊരു ഫീൽഡ് അല്ല, ഒരു ഇൻഡയറക്റ്റ്ലി ലിങ്ക് ടു സോളാർ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വേറൊരു ലെവൽ ബിസിനസ് എക്വയർ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഇതൊരു സൂപ്പർ സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണുന്നത്, ഈ കമ്പനി മാനേജ്മെന്റിന്റെ കോൺഫിഡൻസ് കാരണം. രണ്ടാമത് ഇവര് ഒരു സോളാർ ഇൻവെർട്ടർ മേക്കർ കമ്പനി കെ സോളാറിനെ 863 മില്യണിൽ വാങ്ങിയിട്ടുണ്ട്. അതിൽ 51% സ്റ്റേക്ക് വരുന്നതാണ്, 49% സ്റ്റേക്ക് സിർമ SDS കമ്പനി കൂടെ കെ സോളാർ കമ്പനിയിൽ. അപ്പോൾ കെ സോളാർ കമ്പനി ഇപ്പം ഈ പ്രീമിയം എനർജീസിന്റെ സബ്സിഡറി ആയിട്ട് മാറി. ഇതും ഓൾറെഡി ഇവരുള്ള ബിസിനസ് സോളാർ ഇൻവെർട്ടർ. ഇപ്പോൾ ഇൻവെർട്ടർ ഉള്ള കമ്പനിയാണ് ഇവർ എക്വയർ ചെയ്തത്. അപ്പോൾ അവർക്ക് ഭാവിയിൽ അതിന് വളർച്ച സാധ്യതയുണ്ട്. അവർ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ല. സോ പ്രസന്റ് മാർക്കറ്റ് നെഗറ്റീവ് കണ്ടാൽ ഞാൻ ഇതിന് പോസിറ്റീവായിട്ടാണ് കാണുന്നത്, എൻ്റെ വ്യൂ ആണ്. പിന്നീട് കണ്ട മെയിൻ പോയിന്റ് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്, ഒരു ചേഞ്ച് ഓഫ് ഹാൻഡ്സ് ജൂൺ 10 നടന്നിട്ടുണ്ട്. 5.54% സ്റ്റേക്ക് ചേഞ്ച് ഓഫ് ഹാൻഡ്സ് നടന്നിട്ടുണ്ട്. 1052 രൂപക്കാണ് സ്റ്റേക്ക് ചേഞ്ച് ഓഫ് ഹാൻഡ്സ് നടന്നത്. അതായത് ആംഗർ ഇൻവെസ്റ്ററായ സൗത്ത് ഏഷ്യ ഗ്രോത്ത് ഫണ്ട് ആണ് ഈ 5.54% സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്തത്. അവർക്ക് അവർ ആംഗർ ഇൻവെസ്റ്റ് പീരീഡ് കഴിഞ്ഞപ്പോൾ കൊടുത്ത് ഒഴിവാക്കിയത്. പക്ഷേ ചേഞ്ച് ഓഫ് ഹാൻഡ്സ് നടന്നത് വെറും 1060 നിൽക്കും, വെറും 1% ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ഈ ഒരു കമ്പനീന് 1052 രൂപക്കാണ് കൊടുക്കുന്നത്. അത് ഫേവറബിൾ ആണ്. അതിൽ കൊമ്പന്മാരാണ് വാങ്ങിയത്. SBI ലൈഫ്, കോട്ടക് മഹേന്ദ്ര, കോണ്ടം മ്യൂച്വൽ ഫണ്ട്, ICICI, നൊമുര സിംഗപ്പൂർ, ബന്ധൻ ബാങ്ക്, മോത്തിലാൽ ഓസ്വാൾ, മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മാൻ സാക്സ്, എഡൽവൈസ്, സിറ്റി ഗ്രൂപ്പ്, ബ്ലാക്ക് സ്റ്റോൺ ഒക്കെയാണ് ഇതിൽ വാങ്ങിയത്. ഇപ്പോഴും അവർ ജൂണിൽ വാങ്ങിയതാണ്, അവർക്ക് വേണമെങ്കിൽ വിൽക്കാം. പക്ഷെ ഇപ്പം നോക്കാം FISന് DS നോക്കുമ്പോൾ അങ്ങനെ സെല്ലിംഗ് ഒന്നും കാണുന്നില്ല. FIS 4.38 4.23 കുറച്ചിട്ടുണ്ടെങ്കിലും DIS 12.96 13.26 കൂട്ടിയിട്ടുണ്ട് സെപ്റ്റംബറിൽ. സോ ചിലപ്പോൾ വേണമെങ്കിൽ FISന് ഈ വാങ്ങിയ ആൾക്കാർക്ക് വേണമെങ്കിൽ 1100 പോയി വിൽക്കുക, കാരണം 100 രൂപ കിട്ടിയാൽ മതി, അത്രയും ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ സെല്ലിംഗ് നടന്നിട്ടില്ല എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റീസെൻ്റ്ലി ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ അടിയിൽ. സോ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ P റേഷ്യോ 34.99, ഇൻട്രസ്റ്റ് P ഈക്വലാണ്, ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്, വളരെ കൂടുതലല്ല. EPS 26.36 ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി 0.67 ഉണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി 53.6 ഉണ്ട്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 41 ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒക്കെ 53.6 ഹൈ ആണത്. ഡെപ്റ്റേഴ്സ് ഡേയ്സ് 71-47 കുറച്ചു വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കൂട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ ക്വാർട്ടർ നല്ല റിസൾട്ടാണ് കൊടുത്തത്. ഷെയർ ക്യാപിറ്റൽ 45 കോടിയേ ഉള്ളൂ, 3409 റിസർവ് ഉണ്ട്. പ്രൊമോട്ടേഴ്സ് 64% ഹോൾഡ് ചെയ്യുന്നതിൻ്റെ FIS 4.23, DIS 13.26.
പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ ഇതിൽ 0.31 കുറച്ചിട്ടുണ്ട്. അത് ഒരു നെഗറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രൊമോട്ടേഴ്സ് കുറയ്ക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവായി കാണാം. എഫ്ഐഎസ് കുറയ്ക്കും കൂടും നമുക്ക് നോക്കാൻ പറ്റില്ല. ഈ ക്വാർട്ടർ ഈ മാസം കുറവായി കഴിയുമ്പോൾ അടുത്ത ദിവസം കൂടും. പക്ഷേ പ്രൊമോട്ടേഴ്സിന് ബൈങ് വളരെ ക്രൂഷ്യൽ. ആനന്ദ് രാജിൽ കഴിഞ്ഞ ആഴ്ച പ്രൊമോട്ടേഴ്സ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ആ സ്റ്റോക്ക്. ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഫേസ് വാല്യൂ 1 ആണ്. പ്രസന്റ് പ്രൈസ് 919 ആണ്, 919 ആണ്. 1200 ഒരു എളുപ്പ ടാർഗറ്റ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്തിട്ട് വാങ്ങാൻ പറ്റിയ സ്റ്റോക്കാണ് പ്രാജ് ഇൻഡസ്ട്രീസ്. ടാർഗറ്റും എസംഷനാണ്. 1200 കട്ട് ചെയ്യുമ്പോൾ 1300 പോയേക്കാം. 1300 1400 പോകുമ്പോൾ ഇപ്പോൾ ഹൈ വാല്യൂഷനാണ് കൊടുത്തേക്കാം. സോ പ്രീമിയം എനർജീസ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സോളാർ പാനൽ ഉണ്ടാക്കുന്ന കമ്പനീനെ ഒരു ഇവിടുന്ന് ഒരു 10-20% റെപ്രസെൻറ്റേഷൻ കിട്ടുന്നത് എക്സ്പെക്ട് ചെയ്തിട്ട് ചെറിയ തോതിൽ വാങ്ങാൻ താഴോട്ട് വന്നാൽ വീണ്ടും വാങ്ങിയിട്ട് വെക്കാവുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മെമ്പർഷിപ്പ് ചാനലുണ്ട്, സ്വിംഗ് ബേസ്ഡ് റെക്കമെൻഡേഷൻസ്. ഫണ്ടമെൻ്റലി ഗുഡ് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആകുമ്പം പറയും. അത് ഉടനടി വിൽക്കലോ 5-10 കിട്ടിയാൽ കൊടുക്കുക. അതിലും ഒരു 70%-60% എക്യൂറസി ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. സോ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിൽ അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.